Namaste. Welcome to Epic Learning. It's great to have you here for our spoken Hindi class, okay? In today's lesson, we will continue learning simple and useful Hindi sentences about numbers, daily usage, our days, and all, okay? So, are you excited to let's get started now, okay? Numbers in Hindi. ഹിന്ദിയിൽ നമുക്ക് നമ്പേഴ്സ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറയാണ്. एक, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, now 9, 10, 10. Okay, 10, 10 ആണ്. 20, 20. 20 എന്ന് പറഞ്ഞാൽ 20 ആണ്. 30, 30 ആണ്. 40, 40, 40. 50, 50, 50. 60, 60, 60. 70, 70, 80, 80 പറഞ്ഞാൽ 80 ആണ്. 80, 80, 90, 90, 90, 90, 100, 100. ഓക്കെ, ഇനി വരുന്നത് വീക്സ്. ഹിന്ദിയിൽ എങ്ങനെ വീക്സ് പറയാം, ഡേയ്സ് ഓഫ് ദി വീക്സ്. ഓക്കെ, മൺഡേ. മൺഡേ പറയുന്നത് സോമവാറാണ്. മൺഡേ സോമവാർ. ട്യൂസ്ഡേ മംഗൾവാർ. ട്യൂസ്ഡേ മംഗൾവാർ. വെനസ്ഡേ ബുധവാർ. വെനസ്ഡേ ബുധവാർ. തേഴ്സ്ഡേ ഗുരുവാർ. തേഴ്സ്ഡേ ഗുരുവാർ. ഫ്രൈഡേ ശുക്രവാർ. ഫ്രൈഡേ ശുക്രവാർ. സാറ്റർഡേ ശനിവാർ. സാറ്റർഡേ ശനിവാർ. Sunday, Ravivar. Okay, once again, I am repeating that all words, week words. Monday, Somavar. Tuesday, Mangalvar. Wednesday, Budhvar. Thursday, Guruvar. Friday, Shukrawar. Saturday, Shanivar. Sunday, Ravivar. Okay, doubt ഒന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ടൈംസ് അല്ലെ, ടൈം ഒക്കെ നമ്മൾ ചോദിക്കാറ്. വാട്ട് ഇസ് ദ ടൈം നൗ എന്നൊക്കെ. അപ്പൊ നമുക്ക് ടൈമിന്റെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാന്ന് പറയാം അല്ലെ, പഠിക്കണം. മോർണിംഗ് എന്ന് പറഞ്ഞാൽ സുബഹ് ആണ്. മോർണിംഗ് സുബഹ്. ഓക്കെ, ആഫ്റ്റർനൂൺ പറയുന്നത് ദോപഹർ ആണ്. ദോപഹർ ഉച്ചക്ക്. ഓക്കെ, ആഫ്റ്റർനൂൺ ദോപഹർ. ഈവനിങ് പറഞ്ഞാൽ ഷാം. ഈവനിങ് ഷാം. നൈറ്റ് പറഞ്ഞാൽ രാത്ത്. നൈറ്റ് രാത്ത്. നൗ അഭി ഇപ്പോൾ. നൗ അഭി ഇപ്പോൾ. लेटर बाद में, पिन्नीड. लेटर बाद में, पिन्नीड. ओके, मॉर्निंग सुबह, आफ्टरनून दोपहर, इवनिंग शाम, नाइट रात, नाउ ഇപ്പോൾ, लेटर बाद में. ओके, ഇനി ടൈം പറയുമ്പം 1 o'clock. 1 o'clock 1 बजे, 1 മണി. 1 o'clock, 1 बजे. അപ്പൊ 2 o'clock ആണെങ്കിൽ 2 बजे. 3 o'clock ആണെങ്കിൽ 3 बजे. 4 ആണെങ്കിൽ 4 बजे. 5 ആണെങ്കിൽ 5 बजे. ഓക്കെ, ഇനി 3:30, 3:30 बजे. 3:30 बजे. 3:30 बजे. 2:30 बजे 2:30. 1:30 बजे 1:30. അങ്ങനെ മാറും. ഇനി 6:15, 6:15, 6:15. 6:15 बजे. 6:15 बजे. 5:15 बजे. 4:15 बजे. 8:15 बजे. 8:15 എന്നൊക്കെ പറയും അല്ലെ. ഇനി 7:45, 7:45. 7:45. 7:45 बजे. 7:45 बजे. അപ്പം 6:45 बजे പറഞ്ഞാലോ?
പൗനെ 6 ബജെ പറഞ്ഞാൽ 5:45 ആണ് കേട്ടോ. ഓക്കെ, 5:45 ആണ്. ഇനി ഡെയിലി റൂട്ടീനിൽ ഉണ്ടാവുന്ന എക്സാമ്പിൾസ് നോക്കാം. waking up in the morning. I wake up at 6 in the morning. मैं सुबह 6 बजे उठता हूँ. ഞാൻ എപ്പോഴാണ് എണീക്കാറുള്ളത്? രാവിലെ 6 മണിക്കാണ്. Do you wake up early in every day? എപ്പോഴും നേരത്തെ എണീക്കാറുണ്ടോ എന്ന എല്ലാ ക്വസ്റ്റ്യൻ അല്ലേ? Yes, I wake up at every day early every day. हाँ, मैं रोज जल्दी उठता हूँ. ഞാൻ നേരത്തെ എണീക്കാറുണ്ട്. Do you wake up early every day? क्या तुम हर दिन जल्दी उठते हैं? क्या तुम हर दिन जल्दी उठते हैं? എന്താ നിങ്ങൾ എല്ലാ ദിവസവും നേരത്തെ എണീക്കാറുണ്ടോ എന്നതാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, I eat breakfast at 7 o'clock every day. എല്ലാ ദിവസവും 7 മണിക്ക് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. मैं रोज 7 बजे 7 മണിക്ക് നാസ്ത करता हूँ. നാസ്ത മോർണിംഗ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റിന് നാസ്ത എന്നാ പറയാ. ഞാൻ രാവിലെ 7 മണിക്ക് നാസ്ത കഴിക്കാറുണ്ട്. ഓക്കെ, വാട്ട് ഡു യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നീ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുള്ളത്? തും നാസ്ത മേ ക്യാ ഖാത്തെ ഹോ? എന്താണ് നീ കഴിക്കാറുള്ളത്? തും ക്യാ ഖാത്തെ ഹോ? ഐ ഈറ്റ് പറാത്ത ആൻഡ് ഡ്രിങ്ക് ടീ. ഞാൻ പറാട്ട കഴിക്കുന്നു, ചായ കുടിക്കുന്നു. മേ പറാട്ട ഓർ ചായ പീതാ ഹൂം. മേ പറാട്ട ഓർ ചായ പീതാ ഹൂം. പിന്നെ ഗോയിങ് ടു വർക്ക് ഓർ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ചെറിയ സെന്റൻസ്. ഐ ഗോ ടു സ്കൂൾ അറ്റ് 8 AM. I go to office at 9 AM. अले मैं सुबह 8 बजे स्कूल जाता हूँ. मैं 9 बजे ऑफिस जाता हूँ എന്നൊക്കെ പറയാം. ഓക്കെ, ഡു യു ഗോ ഓൺ ഫുഡ്? നടന്നിട്ടാണോ പോകാറുള്ളതെന്നാ ചോദിച്ചത് കേട്ടോ. ഡു യു ഗോ ഓൺ ഫുഡ്? क्या तुम पैदल जाते हो? क्या तुम पैदल जाते हो? No, I go by bus. ഞാൻ ബസ്സിനാണ് പോകാറുള്ളത്. नहीं, मैं बस से जाता हूँ. नहीं, मैं बस से जाता हूँ. ओके, थैंक यू.